നമസ്കാരം. 140 മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ഇൻഷുറൻസ് ഉണ്ടായിട്ടും പോലീസ് ജീപ്പിന് പിഴയിട്ട MVD. രേഖ പുറത്തുവിട്ട പോലീസ് പരാതി നൽകും. പാലാ നഗരസഭയിൽ ഭരണ പ്രതിസന്ധി. കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. അധികാരം പിടിക്കാൻ ശ്രമിക്കില്ലെന്ന് CPM. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശി അറസ്റ്റിൽ. ജവാൻ റാം ഉൽപാദനം നിർത്തിവെച്ച സംഭവം 4 അംഗ ഉദ്യോഗസ്ഥ സമിതി അന്വേഷിക്കും. വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പ്. സിന്ധുവിനെതിരെ 6 കുടുംബങ്ങൾ കൂടി പരാതി നൽകി. ശബ്ദരേഖ പുറത്ത്. വാർത്തകൾ വിശദമായി. ഇൻഷുറൻസ് ഉണ്ടായിട്ടും പോലീസ് ജീപ്പിന് പിഴയിട്ട MVD. രേഖ പുറത്തുവിട്ട പോലീസ് പരാതി നൽകും. തൃശൂർ വടക്കാഞ്ചേരി പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗ് വാഹനത്തിന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പിഴ ചുമത്തിയതിനെ ചൊല്ലി വിവാദം പുകയുന്നു. വാഹനത്തിന് ഇൻഷുറൻസ് അല്ലെന്ന് ആരോപിച്ചാണ് എൻഫോഴ്സ്മെന്റ് MVA ജീപ്പ് തടഞ്ഞു നിർത്തി 4000 രൂപ പിഴയിട്ടത്. എന്നാൽ കൃത്യമായി ഇൻഷുറൻസ് രേഖകളുള്ള വാഹനമാണിതെന്ന് വ്യക്തമാക്കിയ പോലീസ് MVDയുടെ വാദങ്ങളെ പൂർണ്ണമായി തള്ളി. നടപടിക്ക് പിന്നാലെ പോലീസ് വാഹനത്തിന്റെ ഔദ്യോഗിക ഇൻഷുറൻസ് രേഖകൾ പരസ്യപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ നിയമവിരുദ്ധമായി പിഴ ചുമത്തിയ എൻഫോഴ്സ്മെന്റ് MVA PV ബിജുവിനെതിരെ പോലീസ് ഔദ്യോഗികമായി പരാതി നൽകും. പാലാ നഗരസഭയിൽ ഭരണ പ്രതിസന്ധി. കോൺഗ്രസ് പിന്തുണ പിൻവലിച്ചു. അധികാരം പിടിക്കാൻ ശ്രമിക്കില്ലെന്ന് CPM. പാലാ നഗരസഭയിൽ UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യത്തിനുള്ള പിന്തുണ കോൺഗ്രസ് പിൻവലിച്ചതോടെ ഭരണ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. DYFI സമ്മേളനത്തിന് കൊട്ടാരമറ്റം സ്റ്റാൻഡ് വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. എന്നാൽ നഗരസഭയിൽ നിലവിൽ ഭരണ പ്രതിസന്ധി ഉണ്ടെങ്കിലും അധികാരം പിടിക്കാൻ LDF യാതൊരു ശ്രമവും നടത്തില്ലെന്ന് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി സജേഷ് ശശി വ്യക്തമാക്കി. കോൺഗ്രസിലെ ആഭ്യന്തര തർക്കങ്ങൾ മറച്ചുവെക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രശ്നപരിഹാരത്തിനുള്ള അന്തിമ തീരുമാനം കോൺഗ്രസ് ജില്ലാ നേതൃത്വം KPCCക്ക് വിട്ടിരിക്കുകയാണ്. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു. സഹപാഠിയായ പെരിന്തൽമണ്ണ സ്വദേശി അറസ്റ്റിൽ. ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മലയാളി വിദ്യാർത്ഥിനിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഹരിപ്പാട് സ്വദേശിനിയായ സാവരിയ 22 ക്രൂരമായി കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അടുത്ത സുഹൃത്തും സഹപാഠിയുമായ പെരിന്തൽമണ്ണ സ്വദേശി സദറുല്ലാനം എന്ന യുവാവിനെ ഉസ്ബെക്കിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ജയിലിലാക്കി. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നുള്ള പ്രകോപനമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ലാപ്ടോപ്പ് കൊണ്ടുള്ള മർദ്ദനമേറ്റ് തലച്ചോറിലുണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നും ഡൽഹിയിൽ എത്തിച്ച പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ നാട്ടിലെത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജവാൻ റാം ഉൽപാദനം നിർത്തിവെച്ച സംഭവം 4 അംഗ ഉദ്യോഗസ്ഥ സമിതി അന്വേഷിക്കും. ട്രാവൻകൂർ ഷുഗേഴ്സിൽ ജവാൻ റാമിന്റെ ഉൽപാദനം പതിവായി നിർത്തിവെക്കുന്നതിന് ചൊല്ലിയുള്ള വിവാദത്തിൽ വിപുലമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടു. നികുതി, എക്സൈസ് വകുപ്പുകളിലെ 4 ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഉന്നതതല സമിതിയാണ് ഈ വിഷയം അന്വേഷിക്കുക. കഴിഞ്ഞ മാസം 11 മുതൽ ഉൽപാദനം നിർത്തിവെച്ചതിനെ തുടർന്ന് നികുതി സെക്രട്ടറി നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. ജവാൻ റാമിന്റെ നിർമ്മാണം ബോധപൂർവ്വം മുടക്കുന്നത് മറ്റു മദ്യ കമ്പനികളെ സഹായിക്കാനാണെന്ന ശക്തമായ നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിരിക്കുന്നത്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ നിർമ്മാണം മുടക്കിയിട്ടുണ്ടെന്നും സമിതിയുടെ അന്വേഷണ ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കി. വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പ്. സിന്ധുവിനെതിരെ 6 കുടുംബങ്ങൾ കൂടി പരാതി നൽകി. ശബ്ദരേഖ പുറത്ത്. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിൽ പ്രതിയായ സിന്ധുവിനെതിരെ കൂടുതൽ കുടുംബങ്ങൾ പരാതിയുമായി രംഗത്തെത്തി. പുതുതായി 6 കുടുംബങ്ങളാണ് സിന്ധുവിനെതിരെ പോലീസിനെ സമീപിച്ചിരിക്കുന്നത്. വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ആളുകളെ കണ്ടെത്തി വലയിലാക്കുന്നതായിരുന്നു ഇവരുടെ തട്ടിപ്പ് രീതി. കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ വായ്പ വാഗ്ദാനം ചെയ്തും വസ്തു പണയം വെച്ചാൽ കൂടുതൽ പണം ലഭിക്കുമെന്ന് വിശ്വസിപ്പിച്ചും സിന്ധു നടത്തിയ ഇടപാടുകളുടെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. സിന്ധു നിലവിൽ 3 കേസുകളിലെ പ്രതിയാണെന്നും ഇവരെ അടുത്ത ദിവസം കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി.